അസ്സലാമു അലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റ് ചെയ്യാനാണ്. അതിന് വേണ്ടി ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്കതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കീറിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തൊണ്ടമുളക് ചേർത്ത് കൊടുക്കാം കീറിയത്. ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതൂടെ ചേർത്ത് കൊടുക്കാം. ഒരു രമ്പേലയോടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. രമ്പേല ചേർക്കുമ്പം കറിക്ക് നല്ല ടേസ്റ്റും മണവുമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 150 ഗ്രാം വരും ചുവന്നുള്ളി ചതച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചിടാം. നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 6-7 ഫിസിൽ കേൾക്കട്ടെ. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഊറി വരും. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി മസാല ഒന്ന് തയ്യാറാക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കൂടുതൽ കുരുമുളകാണ് ഇതിൽ ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതായത് വലിയ ജീരകം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളകും പെരുംജീരകമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചി അതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതുപോലെ ബീഫ് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ടോ, നല്ല കളറും. ഇതിലിനി കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വരണ്ട് വരാനുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചിടാം. ആ മസാലയൊക്കെ ഇറച്ചിയിലൊന്ന് നല്ല രീതിയിലൊന്ന് പിടിക്കട്ടെ. തീയിലിട്ട് അടച്ചിട്ടാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വയ്ക്കും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ സൂപ്പറായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി ഇരിക്കുമ്പം ഇച്ചിരി കൂടെ ഒന്ന് വരണ്ട് വരും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.